കുന്നിക്കോട് പച്ചിലമലയിൽ പാറഖനനം നടത്തുവാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് കുന്നിക്കോട് പച്ചിലമല സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മേലില പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പ്രകൃതി സംരക്ഷണ സമിതി പ്രവർത്തകനും വാഗ്മിയുമായ ഡോക്ടർ എം ബഷീർ മൗലവി ധർണ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു ഭൂപ്രദേശത്തിന്റെ ശിരസ്സാണ് പച്ചിലമല. അതിൽ സംഭവിക്കുന്ന ഓരോ കോട്ടങ്ങളും മനുഷ്യന്റെ തലയറുക്കുന്നതിന് തുല്യമാണ്. ഒന്നാമതവിടെ കാടുവെട്ടിത്തെളിച്ചും കൃഷി ചെയ്തുമൊക്കെ ദുർബലമായ ഒരു മണ്ണിന്റെ ഘടനയിൽ ഇളകിയ പാറകളുമാണ്. ഇതൊന്നും മനസ്സിലാക്കാൻ പ്രത്യേക ഭൂമിശാസ്ത്രം പഠിക്കുകയോ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒരു സാധാരണ ബുദ്ധിക്ക് പോലും മനസ്സിലാകുന്ന ഒരു സാഹചര്യമാണ് അത്. നല്ല മഴ പെയ്യുമ്പോൾ ആ റോഡ് വണ്ടി ഓടിച്ചു പോയാൽ കാണാം ഉരുളം പാറകളും മണ്ണും ഒക്കെ ഒലിച്ചിറങ്ങി വരുന്നത് കാണാം. അപ്പം തന്നെ മലയുടെ അടിക്കെട്ട് ഇളകി നിൽക്കുന്ന ഒരു സാഹചര്യം. അതിനോടൊപ്പം ഭാരം കയറ്റിയ അനേക വാഹനങ്ങൾ നിരന്തരം ഓടുന്ന റോഡിലുണ്ടാകുന്ന പ്രകമ്പനം, ഇതെല്ലാം ആ മല ഏറ്റുവാങ്ങുകയാണ്. കേരളത്തെ സ്നേഹിക്കുന്ന, മനുഷ്യരാശിയെ സ്നേഹിക്കുന്ന ആർക്കും ഇതിനെതിരെ പ്രതികരിച്ചേ പറ്റൂ. അങ്ങനെ ഒരു സംരംഭം അവിടെ ഉണ്ടാകരുത്. ആരാണതിന്റെ പിന്നിലെന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഇത്തരം സാഹചര്യങ്ങൾ വരുത്തിക്കൂട്ടാൻ പോകുന്ന വിനകൾ വളരെ വലുതാണ്. പച്ചിലമലയിലെ 3 ഏക്കർ വരുന്ന വെള്ളൊഴുക്കാമ്പാറയാണ് കൊല്ലം സ്വദേശിയുടെ നേതൃത്വത്തിൽ ഖനനത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. ഇദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിൽ 62 സെന്റ് സ്ഥലമാണുള്ളത്. ഇതിന്റെ മറവിൽ സർക്കാർ ഭൂമി കൂടി കൈയടക്കി ഖനനത്തിന് ശ്രമിക്കുന്നതായാണ് ആരോപണം. ലൈസൻസിനായി മേലില പഞ്ചായത്തിൽ അപേക്ഷ നൽകിയതായും സമരക്കാർ ആരോപിക്കുന്നു. പ്രകൃതി ദുർബല പ്രദേശമായ ഇവിടം 2 വർഷം മുമ്പ് ജിയോളജി വകുപ്പ് സന്ദർശിച്ച് ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശമെന്ന് വിലയിരുത്തുകയും കയർ ഭൂവസ്ത്രം നിർമ്മിക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. കൊല്ലം തിരുമംഗലം ദേശീയപാതയ്ക്ക് സമീപത്താണ് പച്ചിലമല. ഇതിനെ ചുറ്റിപ്പറ്റി 50ഓളം കുടുംബങ്ങൾ അധിവസിക്കുന്നുണ്ട്. എക്കോ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പ്രദേശമാണിവിടം. കല്ലട ജലസേചന വകുപ്പിന്റെ 1.5 ലക്ഷം ലിറ്റർ വെള്ളം സംഭരിക്കാവുന്ന ടാങ്ക് ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. പ്രദേശത്ത് പാറഖനനത്തിനുള്ള അനുമതി നൽകുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടികളാണ് സമരസമിതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നിസാർ കുന്നിക്കോട്, പരിസ്ഥിതി സമിതി കൊല്ലം ജില്ലാ കൺവീനർ ബാബുജി, പരിസ്ഥിതി പ്രവർത്തകരായ കോന്നി സന്തോഷ്, ഷാജി, മുനീർ, ആവണീശ്വരം ഷൺമുഖാനന്ദൻ, സുശീലൻ, ജോൺകുട്ടി, സലീം, ഹബീബ്, സിറാജ് തുടങ്ങിയവർ പ്രകടനത്തിനും ധർണയ്ക്കും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ.